Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് ഹൂദിലെ 53-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين. ഖാലു അവർ പറഞ്ഞു, യാ ഹൂദു അല്ലയോ ഹൂദ്, മാ ജിഅ്തന നീ ഞങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ബി ബയ്യിനത്തിൻ ഒരു തെളിവും, വമാ നഹ്നു ഞങ്ങളല്ല, ബി താരികി ആലിഹത്തിന ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവർ, അൻ ഖൗലിക നിന്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ, വമാ നഹ്നു ലക ഞങ്ങൾ നിനക്ക് ബി മുഅ്മിനീൻ വിശ്വസിക്കുന്നവരുമല്ല എന്നോട് അർത്ഥം പറയും. ഖാലു അവർ പറഞ്ഞു, യാ ഹൂദു ഓ ഹൂദ്, മാ ജിഅ്തനാ ബി ബയ്യിനത്തിൻ നീ ഞങ്ങൾക്ക് ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല, വമാ നഹ്നു ബി താരികി ആലിഹത്തിന ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവരുമല്ല, അൻ ഖൗലിക നിന്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ, വമാ നഹ്നു ലക ബി മുഅ്മിനീൻ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരുമല്ല. ഹൂദ് നബി അലൈഹിസ്സലാമയുടെ പ്രബോധനം വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അവർ അതിനെ എതിർക്കാൻ വേണ്ടി പറഞ്ഞൊരു ന്യായമാണിത്. ഹൂദേ, നീ ഇങ്ങനെ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറയുന്നു, നീ പറയുന്നതൊക്കെ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടാണെന്ന് ഞങ്ങളെ അറിയിക്കുന്നു, പക്ഷേ ഈ പറഞ്ഞതിന് എന്താ തെളിവ്? നീ ദൈവത്തിൻ്റെ ദൂതനാണെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഒരു തെളിവ് വേണ്ടേ? അല്ലെങ്കിൽ ഒന്നുകിൽ അള്ളാഹു നിനക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു വിടണം, ഇത് ഞാൻ നിയോഗിച്ച ദൂതനാണ്, എല്ലാവരും അവരെ അംഗീകരിക്കണം, ഒരു സർട്ടിഫിക്കറ്റായിട്ട് വരണം. അല്ലെങ്കിൽ അതിന് ആകാശത്തുനിന്ന് മറ്റെന്തെങ്കിലും ഞങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ആകാശം പിളരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടല്ലോ, അല്ലെങ്കിൽ മലക്ക് വരണം, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാകണമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ മാതിരിയുള്ള ദൃഷ്ടാന്തങ്ങളാണ് ഈ ബയ്യിനത്ത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തെളിവുമായി നീ വരാത്ത സ്ഥിതിക്ക് നിന്നെ വിശ്വസിക്കുന്ന പ്രശ്നമില്ല. അതാണ് മാ ജിഅ്തന, ജഅന വന്നു, ജഅബി എന്ന കൊണ്ടുവന്നു, മാ ജിഅ്തന ബി നീ കൊണ്ടുവന്നിട്ടില്ല ബയ്യിനത്തിൻ ഒരു തെളിവ്. തെളിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമാനുഷികമായ എന്തെങ്കിലും അത്ഭുതങ്ങൾ. വമാ നഹ്നു ഞങ്ങളല്ല ബി താരികി ആലിഹത്തിന തറക്കാരനെ ഉപേക്ഷിച്ചു എന്ന. നിന്റെ ഈ വർത്തമാനം കേട്ട്, നിന്റെ ഈ പ്രസംഗം കേട്ട്, നിന്റെ ഉപദേശം കേട്ട് ഞങ്ങൾ പാരമ്പര്യമായി പൂർവികരായി ആചരിച്ചു വന്നിരുന്ന ദൈവങ്ങളെ, ഇലാഹ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആലിഹത്ത്. ഞങ്ങളുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിമകൾ, അവരുടെ ബിംബങ്ങൾ, അതിനൊന്നും ഞങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. തറക്കാന്നുള്ള ഇതിൻ്റേതാണ് താരിഖു സ്വല എന്നൊക്കെ പറയില്ലേ, നമസ്കാരം ഉപേക്ഷിക്കുന്നവർ. ഇവിടെ ദൈവങ്ങളെ ഉപേക്ഷിക്കാൻ, ദൈവത്തിനുള്ള ആരാധനയും ദൈവത്തിനുള്ള പൂജാതി കർമ്മങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കുന്നവരല്ല. അൻ ഖൗലിക നിന്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ, നിന്റെ വാക്ക് കേട്ടിട്ട്, നിന്റെ പ്രസംഗം കേട്ടിട്ട്, നിന്റെ ഉപദേശം കേട്ടിട്ട് ഞങ്ങൾ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ഈ ആരാധനകളും അനുഷ്ഠാനങ്ങളും ദൈവങ്ങളെയും ഒന്നും ഉപേക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല. വമാ നഹ്നു ലക ബിമുഅ്മിനീൻ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരുമല്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് പൂർണ്ണമായും
ഞങ്ങൾ അകലുകയാണ് എന്ന വിധത്തിലാണ്, നിൻ്റെ ഉപദേശം കൊണ്ടൊന്നും ഫലമില്ല എന്ന തരത്തിലാണ് അവർ അദ്ദേഹത്തോട് പ്രതികരിച്ചത്. മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടാവുമെന്ന് തോന്നണില്ല. ഒന്നും കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഖാലു, അവർ പറഞ്ഞു, യാ ഹൂദ്, അല്ലയോ ഹൂദ്, മാ ജിഅ്തന ബി ബയ്യിനത്തിൻ, നീ ഞങ്ങൾക്ക് ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. വമാ നഹ്നു ബി താരികീ ആലിഹത്തിന, ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവരുമല്ല, അൻ ഖൗലിക, നിന്റെ വാക്ക് കേട്ടിട്ട്, നിന്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ. വമാ നഹ്നു ലക ബി മുഅ്മിനീൻ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും അവൻ്റെ വാചകങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അവൻ്റെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ സ്വീകരിച്ച് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.